5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അതീവമായി ശീതീകരിച്ച നയന മനോഹര സുന്ദരമായ ഒരു വാഹനം, അതിലൊരു രാജാവിനെ പോലൊരു മുഖ്യമന്ത്രി, 21 മന്ത്രിമാർ, പിന്നെ മന്ത്രിമാരുടെ കാറുകൾ 21 അങ്ങനെ വലിയ അകമ്പടിയോടുകൂടി ഓരോ ജില്ലകളിലും ചെന്ന് നവ കേരള സദസ്. ആ സദസ്സിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുമായി ആളുകൾക്ക് വരാം. അവിടെ കുറെ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ പരാതികൾ കൊടുക്കാം. അങ്ങനെ ജഗ പുക വിളംബര ജാതിയായിരുന്നു. രാജാവ് നാടറിയാൻ ഇറങ്ങി എല്ലാ ജില്ലകളിലും പോയി വലിയ ബഹളമുണ്ടാക്കി. പൗരപ്രമുഖന്മാരായിട്ട് യാത്ര, അവരുമായിട്ടുള്ള ഭക്ഷണം, പ്രമുഖന്മാരെ കാണുന്നു, സാഹിത്യകാരന്മാരെ കാണുന്നു, സാംസ്കാരിക നായരെ കാണുന്നു. അങ്ങനെ ജഗ പുക വേണ്ട വിളംബര ബഹളം. അതെല്ലാം കഴിഞ്ഞു, വർഷവും കഴിഞ്ഞു. ആ ഉണ്ടവരും പോയി, ചത്തവരും പോയി, 16 കഴിഞ്ഞ് മോരിൻ്റെ പുളിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളെ മരുമോൻ മന്ത്രി ഒരു ചെറിയ ബൈറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതാണ്, ഒരു ചെറിയ റീൽസിൻ്റെ രാജകുമാരൻ മുഹമ്മദ് റിയാസ് മരുമോൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താ മരുമോൻ പറയുന്നത്? നവകേരള സദസ്സിൽ ഞങ്ങൾ നടത്തിയപ്പോൾ കളിയാക്കിയവരെ, അതിൻ്റെ ബസ് ഞങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചില്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന റിയാസ് മന്ത്രിയോട് ഒറ്റ ചോദ്യം. നിങ്ങൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലമ്പൂർ മണ്ഡലത്തിലെങ്കിലും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെങ്കിലും, ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ മൊത്തം ചെയ്യേണ്ടതാണ്, കേരള സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലായി എത്ര ആപ്ലിക്കേഷൻ നിങ്ങൾ സ്വീകരിച്ചു? എത്ര ആപ്ലിക്കേഷനിൽ തീരുമാനമുണ്ടായി? അതിൽ പോസിറ്റീവായി ജനങ്ങൾക്ക് എത്ര കോടി രൂപയുടെ ആനുകൂല്യം കൊടുത്തു? എത്ര ആളുകൾക്ക് അതിൻ്റെ അശരണരായി എത്ര പേർക്ക് അതിൻ്റെ ഗുണം കിട്ടി? വളരെ സിമ്പിൾ ഒരു അരിത്തമാറ്റിക്, സിമ്പിൾ ഒരു ഫോർമുല. കോളം 1 ഓരോ ജില്ലയുടെ പേര്, കോളം 2 കോളം 1 ക്രമ നമ്പർ, അത് വേണമല്ലോ, സീരിയൽ നമ്പർ വേണമല്ലോ. കോളം 2 ജില്ലയുടെ പേര്, കോളം 3 നവകേരള സദസ്സ് നടന്ന തീയതി, കോളം 4 ലഭിച്ച അപേക്ഷകൾ, കോളം 5 അത് ഏതേത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതിൽ നടപടിയെടുക്കേണ്ടിയിരുന്നത്, കോളം 6 എത്ര കോടി രൂപയുടെ ആനുകൂല്യം കൊടുത്തു, കോളം 7 എത്ര ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടി, കോളം 8 ഒരു റിമാർക്സും കൂടെ വെച്ചോളൂ. അങ്ങനെ ഒരു അരിത്തമാറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ പുറത്തുവിടണം. പ്രിയപ്പെട്ട മന്ത്രി, താങ്കൾ പുറത്തുവിടണം. പരസ്യത്തിലൂടെയും ബുക്ക്ലെറ്റായി മേടിക്കണം. ഞങ്ങളിതാ ഇത്ര അപേക്ഷ സ്വീകരിച്ചു, ഇത്ര അപേക്ഷയിൽ നടപടിയുണ്ടായി എന്ന് പറയണം. അല്ലാതെ വന്നിരുന്നു നവകേരള സദസ്സിൻ്റെ ആലങ്കാരികമായ തള്ളിമറിക്കലിൽ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും നിങ്ങൾ രാജാക്കന്മാർ ഞങ്ങളെ പറ്റിക്കുകയാണ് പ്രജകളെ. അത് പാടില്ല. നിങ്ങൾ പറയൂ, എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു, എത്ര പേരുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു, എത്ര പേർക്ക് ചികിത്സാ സഹായം കൊടുത്തു, എത്ര പേർക്ക് ജോലി കൊടുത്തു, എത്ര പുതിയ തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കി, ഓരോ കാര്യങ്ങളായിട്ട് പറയൂ. അതിനെ സംബന്ധിച്ചൊരു ധവളപത്രം പുറപ്പെടുവിക്കൂ. നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടന്ന യോഗങ്ങളും അതിൻ്റെ ഫലമായി സമൂഹത്തിനുണ്ടായ ഗുണവും, ഓരോ ജനവിഭാഗത്തിനും, അവശ്യ ജനവിഭാഗത്തിന് എന്ത് ഗുണമുണ്ടായി, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എന്ത് ഗുണമുണ്ടായി, ആദിവാസികൾക്ക് എന്ത് ഗുണമുണ്ടായി, ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി, ഭൂരിപക്ഷ സമുദായത്തിന് എന്ത് ഗുണമുണ്ടായി, ഓരോ വിഭാഗത്തിനും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് ഗുണമുണ്ടായി, സീനിയർ സിറ്റിസൺസിന് എന്ത് ഗുണമുണ്ടായി, കുട്ടികൾക്ക് എന്ത് ഗുണമുണ്ടായി, വനിതകൾക്ക് എന്ത് ഗുണമുണ്ടായി, അങ്ങനെ ഓരോ വിഭാഗം ആളുകൾക്കും എന്തെന്ത് ഗുണങ്ങളുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു പേപ്പർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യൂ, ഒരു പബ്ലിഷ് ചെയ്യൂ. അതറിയാൻ ഈ രാജ്യത്തെ ആളുകൾക്ക് താല്പര്യമുണ്ട്. അല്ലാതെ നവകേരള സദസ്സ് ഞങ്ങൾ നടത്തി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, കൈ ചുറ്റി കാണിച്ചു, റോഡിൽ നിന്ന് കുട്ടികളെ കൈവീശി കാണിച്ചു, ചില സ്കൂളിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ചില സ്ഥലങ്ങളിൽ ഞങ്ങളെ മുഖ്യമന്ത്രി ചവിട്ടി, വണ്ടി നിർത്തി, കൈവീശി, ആളുകൾക്ക് കൈ കൊടുത്തു. ഇതെല്ലാം പൈങ്കിളി പരിപാടികളാണ്. നിങ്ങൾ എത്ര ഫയലിൽ തീരുമാനമെടുത്തു? ഓരോ ഫയലിലും മനുഷ്യൻ്റെ ജീവിതമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മരുമോൻ മന്ത്രി പറയേണ്ടതാണ്. നിങ്ങൾ റീൽസ് ഇട്ടത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ റീൽസിന് നിങ്ങൾ താഴെ വന്ന കമൻറ്റുകളും നിങ്ങൾ നോക്കുക. ദയവായി നിങ്ങൾ മറുപടി പറയുക. എത്ര ആളുകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടി, എത്ര കോടി രൂപയുടെ ആനുകൂല്യം കിട്ടി, എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നറിയാൻ, നവകേരള സദസ്സിൽ എന്തൊക്കെ സംഭവിച്ചു എന്നറിയാൻ കേരള സമൂഹത്തിന് ആഗ്രഹമുണ്ട്. കുറേ ക്യാപ്ഷനുകൾ കൊണ്ടുവന്ന് ഹരിത കേരളം, നവകേരളം, പുതിയ കേരളം, നല്ല കേരളം തുടങ്ങി ക്യാപ്ഷനുകളിലൂടെ ജനങ്ങളെ മയക്കുമരുന്ന് കൊടുക്കുന്നത് പോലെ മയക്കി കിടത്തി വോട്ട് പിടിക്കാമെന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു മോശം വശമുണ്ട്. അത് പാടില്ല. അതിനു പകരം നിങ്ങൾ പറയൂ, എത്ര പേർക്ക് ഇതിൻ്റെ ഗുണം കിട്ടി, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടിയത്, എത്ര കോടി രൂപയാണ് ഇതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൊടുത്തത് എന്നറിയാൻ സമൂഹത്തിന് താല്പര്യമുണ്ട്. നിങ്ങളത് പറയുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും അതറിയാനുള്ള ഒരു ആവേശം തന്നെ ജനങ്ങൾക്കുണ്ടാകും. ആദ്യം നിലമ്പൂർ മണ്ഡലത്തിൽ ഇതൊക്കെ എന്ത് ചെയ്തു, നവകേരള സദസ്സിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ എന്ത് ചെയ്തു, തുടർന്ന് കേരള സംസ്ഥാനത്താകെ
എത്ര അപേക്ഷകൾ ലഭിച്ചു, എത്ര അപേക്ഷകൾ പരിഹരിച്ചു, എന്താണ് പ്രശ്നം ബാക്കി പരിഹരിക്കാനുള്ളതെന്ന് കൃത്യമായി ജനങ്ങളോട് പറയൂ. അത് അറിയുവാനുള്ള അവകാശം ഈ ജനാധിപത്യ പൗരന്മാരെന്നുള്ള നിലയിൽ എല്ലാവർക്കുമുണ്ട്. അത് ചെയ്യുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇതൊരു അപ്പീലായി എടുത്തുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച്, കാരണം താങ്കൾക്ക് വീട്ടിലെ ബന്ധം കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായും എപ്പോഴും പോയി സംസാരിക്കാം, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ സംസാരിച്ച് ഒരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കൂ. എത്ര പേർക്ക് എന്തെല്ലാം സംവിധാനങ്ങളിലൂടെ ഈ പാവപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു വിവരമാകും. ആളുകളെ സംബന്ധിച്ച് തീർച്ചയായും ഗവൺമെൻറ്റിൽ കൂടുതൽ വിശ്വാസ്യത നേടുവാനും താങ്കൾ പറയുന്ന നവകേരള സദസ്സിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ എത്തിയെന്ന് നമുക്ക് വിശ്വസിക്കുവാനും കഴിയും.